ഡീലാരോപണത്തിൽ വാക്പോര് തുടരുകയാണ് മുന്നണികൾ. പ്രതിപക്ഷം ഡീലാരോപണം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ചില മണ്ഡലങ്ങൾ എടുത്തു പറയുന്നുമുണ്ട് പ്രതിപക്ഷം. CPM BJP ഡീൽ വ്യക്തമാണെന്നാണ് പ്രതിപക്ഷ നേതാവ് അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഡീലുണ്ടോ? ഞാൻ നോക്കിയിട്ട് പല മണ്ഡലങ്ങളിലും പല രീതിയിലുള്ള കാൻഡിഡേറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ഡീൽ എന്ന് പറയുന്നത് വാസ്തവത്തിൽ അവർക്ക് ചില മണ്ഡലങ്ങളിൽ ഉണ്ടായേക്കാവുന്ന BJP വിജയത്തെക്കുറിച്ചുള്ള ഉദാഹരണം പാലക്കാട് BJPയുടെ എ ക്ലാസ് മണ്ഡലമാണ്. ശ്രീമതി ശോഭാ സുരേന്ദ്രനെ പോലുള്ള ഒരു ഫയർ ബ്രാൻഡ് നേതാവ് മത്സരിക്കാൻ ഇറങ്ങുന്ന സമയത്ത് ഇവർ ഇറക്കുന്ന സ്ഥാനാർത്ഥികളെയെല്ലാം തട്ടി നിരത്തി മുന്നോട്ട് പോകാൻ അവർക്ക് സ്വമേധയാ കഴിവുണ്ട്. അത് കണ്ടിട്ട് ഇപ്പോഴേ ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എന്ന് പറയുന്നതാണ്. ശ്രീ VD സതീശൻ തന്നെ മത്സരിക്കുന്ന നോർത്ത് പർവൂരിൽ നോക്കിയാൽ അങ്ങനെയാണെങ്കിൽ ഡീല് നേരെ മറിച്ചാണ്. VD സതീശനെ ജയിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയാണ്. അവിടെ BJP ആ സീറ്റ് ഏറ്റെടുക്കുകയും അവിടെ പ്രധാനപ്പെട്ട ഒരു വനിതയെ മത്സരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. വാസ്തവത്തിൽ അവിടെ ടൈസൺ, അദ്ദേഹത്തിന് കുറച്ചുകൂടി പേരുണ്ടെന്ന് തോന്നുന്നു, അദ്ദേഹം മത്സരിക്കുന്ന CPയുടെ അദ്ദേഹം നല്ലൊരു കാൻഡിഡേറ്റാണ്. വാസ്തവത്തിൽ VD സതീശൻ ശരിക്കും പറഞ്ഞാൽ ടോട്ടലി ഒരു ഇസ്ലാമിക് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗമായിട്ട് മാറിയിരിക്കുന്ന VD സതീശനെ തോൽപ്പിക്കേണ്ടതില്ലേ? അങ്ങനെ തോൽപ്പിക്കുകയാണെങ്കിൽ അവിടെ ഉള്ള എല്ലാ വോട്ടുകളും ശരിക്കും CPIക്ക് പോളി ചെയ്യുകയാണെങ്കിൽ, ശ്രീമൻ ടൈസനെ പോളി ചെയ്യുകയാണെങ്കിൽ VD സതീശൻ തീർച്ചയായിട്ടും തോറ്റിരിക്കും. അത് ചെയ്യുന്നതിന് പകരം ആ വോട്ടുകൾ ടൈസനും പോകാതെ പിടിച്ചു നിർത്തുന്നത് എന്താണ്? അപ്പോൾ ആർക്ക് VD സതീശന് വേണ്ടിയും BJP അവിടെ ഡീൽ ചെയ്യുന്നുണ്ടോ? അപ്പോൾ അത് അങ്ങനെയല്ല. ആ ഡീലൊന്നും നമ്മൾ അങ്ങനെ കൃത്യമായിട്ട് കാണുന്നില്ല. അതുപോലെ ഇപ്പോൾ ഇവിടെ നേമത്ത് തന്നെ നോക്കുക, ശബരിനാഥിനെ പോലെയുള്ള സാമാന്യം നല്ലൊരു കാൻഡിഡേറ്റ്സിനെ കൊണ്ട് അവിടെ കോൺഗ്രസ് ഇറക്കിയിട്ടുണ്ട്. അതും നോക്കി വരുമ്പോൾ എന്താണ്, അത് കഴിഞ്ഞ തവണ ശ്രീ മുരളീധരൻ പിടിച്ചതുപോലെ ആ കുറേ വോട്ട്സ്, പ്രത്യേക വിഭാഗങ്ങളുടെയൊക്കെ കുറേ വോട്ട്സ് പിടിച്ച് അത് തീർച്ചയായിട്ടും ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ കിട്ടേണ്ട വോട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് LDFന് വോട്ട് കൂടിയില്ലെങ്കിൽ പോലും അവർ കഴിഞ്ഞ തവണ ജയിച്ച പോലെ ഒരു ജയമുണ്ടാക്കാനായിട്ടുള്ളൊരു സംവിധാനം ഒരുക്കുന്നതല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയാൽ പല മണ്ഡലങ്ങളിൽ പല പോലെയുണ്ട്. പക്ഷേ എല്ലാവർക്കും ഒരു പേടി വരുന്നിട്ടുണ്ട്. ഈ തവണ BJPക്ക് സീറ്റുകൾ കുറച്ച് കൂടുതൽ, 0 അല്ല 1 അല്ല, ഡബിൾ ഫിഗറിൽ കൂടുതലായിട്ട് പോകാനായിട്ട് സാധ്യതയുണ്ട് എന്ന് എല്ലാവർക്കും ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ട് എന്നതിൻ്റെ ഒരു കാഴ്ചയാണ് ഈ ഡീൽ എന്ന് പറഞ്ഞ് ഉള്ള പ്രചരണം.